അങ്ങനെ നമ്മുടെ ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി ആണെങ്കിൽ ക്ലാസ്സിലൊക്കെ കയറണം കേട്ടോ. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ വെള്ളമായിട്ട് കയറുന്നില്ല, കാരണം ഇതിന്റെ പുറകെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ കോളേജിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സ്റ്റെലീന ആണെങ്കിൽ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിലും കയറിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് നമുക്ക് ഓഫീസിൽ പോയി ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫീസ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ നേരെയാണ് ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദേ മുട്ടൻ ബഹളം, അതായത് എക്സാമിന് പോകാനുള്ള ധൃതിയാണ്. എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് വിചാരം, പക്ഷേ എന്താ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. നമുക്കാണെങ്കിൽ നമ്മുടെ ഫെസ്റ്റ് കാരണം നമ്മുടെ 2 എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നും മറ്റന്നാളായിട്ടാണ്. അങ്ങനെ നമ്മൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കിടപ്പുണ്ട്. എക്സാം എഴുതിന്റെ ചെറിയൊരു ക്ഷീണമാണ്. പിന്നെ ഈ എക്സാം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എക്സാം ആണ്, അതായത് മെയിൻ എക്സാമിന് മുന്നുള്ളൊരു എക്സാം ആണ്. അത് കഴിഞ്ഞാണെങ്കിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നേ, അതായത് നമ്മുടെ സ്റ്റെലീനയ്ക്ക് അവൾ ക്യാമ്പിന് പോയായിരുന്നല്ലോ. ഗൈസ്, ഇത് ഞങ്ങളുടെ സ്റ്റെലീന കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെറിയൊരു കേക്കാണ്. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കാതെ ഇവരെല്ലാം ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലാണെങ്കിൽ ആദരവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളാണെങ്കിൽ ചെറിയൊരു രീതിയിലാണെങ്കിൽ ട്രീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നാഷണൽ ലെവലായിട്ടുള്ള ക്യാമ്പിനാണ് പോയത്. അപ്പൊ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അതായത് കുട്ടി ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ.